റാസൽഖോറിലെ നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയില്ലേ അവിടെ കൊക്ക് പോലുള്ള ഫ്ലെമിംഗോനെ കാണിക്കാമെന്നും പറഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടിറങ്ങിയ ഞാനാണ് ഈ ഒരു പ്ലേസിൽ എത്തപ്പെട്ടത്. കാരണം ഇരുട്ടത്ത് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഗേറ്റ് എന്നുള്ള കാര്യം നമ്മളൊരു ഓർത്തില്ല. 5:30 വരെയായിരുന്നു അതിൻ്റെ ടൈമിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്ന പോലെ ചിലതൊന്നും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെന്നെത്തുന്നത് അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സ്ഥലത്തായിരിക്കും. അതുപോലത്തെ ഒരു പ്ലേസ് ആയിരുന്നു ഇത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലും ഈ ഒരു പ്ലേസ് അടിപൊളി വൈബുള്ള ഒരു സൂപ്പർ പ്ലേസ് ആയിരുന്നു. നമുക്കിങ്ങനെ യാച്ചുകളൊക്കെ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്ക് അതിലൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മറൈൻ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നിന്ന് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ഓൾസോ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല സ്പോട്ടുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദുബായിയുടെ അടുത്ത് ഏതോ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്ന പോലെയാണ് ഈ ഒരു പ്ലേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാമിലിയുടെയും കുട്ടികളുടെയൊക്കെ കൂടെ നൈസായിട്ടൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആയിരുന്നു.